നിൽക്കേണ്ട ആളാണ് ഞാൻ. പക്ഷേ ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന BJPയുടെ ഖജനാവായി മാറിയിരിക്കുന്ന യൂസഫ് അലി എന്ന് പറയുന്ന ലോക തടാഢ്യൻ അവസാന നിമിഷം UDFനോട് ഇവിടെ കാണിച്ച ഒരു ക്രൂരത കൊണ്ടാണ് ഞാൻ അവസാനം പരാജയപ്പെട്ട് ഇവിടെ നിൽക്കേണ്ടി വന്നത്. നിങ്ങളിൽ ചിലർക്കൊക്കെ യൂസഫ് അലിയുടെ നാട്ടിൽ നിന്ന് വരുന്നവരും കാണും. പക്ഷേ യൂസഫ് അലി ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബിനാമിയായി പ്രവർത്തിക്കുന്ന ആളാണെന്ന് നമ്മുടെ നേതാക്കന്മാർക്കും അറിയാം. പക്ഷേ അവരാരും ഒന്നും മിണ്ടില്ല. ഇവിടെ കഴക്കൂട്ടം മണ്ഡലത്തിലും തിരുവനന്തപുരം നേമത്തും പരവൂരിലും ചാത്തന്നൂരിലും ന്യൂനപക്ഷങ്ങളോട് നിങ്ങൾ LDFന് വോട്ട് ചെയ്തില്ലെങ്കിൽ BJP ജയിക്കും എന്ന പഴയ തന്ത്രം അദ്ദേഹം ഒന്നുകൂടി പ്രയോഗിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നേതാക്കന്മാർ പ്രസംഗിച്ചതാണ് BJPയും CPMഉം തമ്മിൽ ഒരു ഡീലുണ്ട് എന്നുള്ളത്. അത് പാലക്കാട്, തൃശൂർ, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളായിരുന്നു. അതിൽ സുരേഷ് ഗോപി മാത്രം രക്ഷപ്പെട്ടു പോയി. ബാക്കി തോറ്റ രാജീവ് ചന്ദ്രശേഖരന്റെയും ഇവിടെ മത്സരിച്ച മുരളിയെയും സ്പോൺസർ ചെയ്ത് ജയിപ്പിച്ചു കൊടുക്കാനുള്ള അന്തർധാര ഉണ്ടാക്കിയത് യൂസഫ് അലി ആയിരുന്നു. ഈ കഴക്കൂട്ടത്ത് ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ 30,000 വോട്ടിന് ജയിക്കുന്ന എന്റെ സ്വന്തം മണ്ഡലത്തിലാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ UDF തീരുമാനപ്രകാരം അത് CMBക്ക് കൊടുത്തു. തലസ്ഥാന മണ്ഡലമാണ്. എന്നെ കഴക്കൂട്ടത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SS ലാൽ 30,000 വോട്ടിന് തോറ്റ സ്ഥലത്താണ് എന്നെ കൊണ്ട് മത്സരിക്കാൻ ഇട്ടത്. ഞാനിപ്പോ 8,000 9,000 വോട്ടിനാണ് ഞാൻ തോറ്റത്.